ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് ബേസ്ഡ് ഓൺ വിസ സക്സസ്, ബേസ്ഡ് ഓൺ QS റാങ്കിങ്, ബേസ്ഡ് ഓൺ വാല്യൂ ഫോർ മണി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ 4 കാര്യങ്ങൾ കണക്കിലെടുത്ത് ഹോല വേൾഡ് സെലക്ട് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസാണ് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്നറിയുന്നത് കാൻബറയാണ്. അപ്പോൾ കാൻബറ ഇരിക്കുന്ന ടെറിട്ടറിയുടെ പേര് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി എന്നാണ്. ഇവിടെ കുറച്ചധികം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമുക്കറിയാം ANU, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഒരു ക്യാമ്പസ് ഇവിടെയുണ്ട്. ഇതിലേറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഇവിടുത്തെ ഫീസ് വളരെ കൂടുതലാണ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റിയാണ്. ദിസ് ഈസ് ഗുഡ് ഫോർ റിസർച്ച് പ്രോഗ്രാംസ്. ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുണ്ട്. എല്ലാ മേഖലകളിലെയും റിസർച്ചും ഇവിടെയുണ്ട്. ഏറ്റവും ഹെവിലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ദിസ് ഇസ് ഫേമസ് ഫോർ റിസർച്ച് പർപ്പസസ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നൊവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി അഥവാ ANUവിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് അപ്ലൈ ചെയ്യേണ്ട റിസർച്ചേഴ്സ് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ പേപ്പറെങ്കിലും പബ്ലിഷ് ചെയ്യണം. നിങ്ങൾ റിസർച്ച് ബേസ്ഡ് ആയിട്ട് മാസ്റ്റേഴ്സ് ഉണ്ടാവണം. ആൻഡ് ദെൻ ഇവിടുത്തെ ഫാക്കൽറ്റീസിന് മെയിൽ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്ത് കണക്ഷനിലൂടെ ആണ് നമുക്കവിടെ അഡ്മിഷൻ കിട്ടുന്ന. ഏജൻസികൾക്ക് അവിടെ റോള് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോകാം. ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണ്? അത് ഒരു ഉത്തരമേ ഉള്ളൂ, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ. എല്ലാവിധ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസിന് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഓസ്ട്രേലിയ. QS റാങ്കിങ് വൈസും വാല്യൂ ഫോർ മണി വൈസും മാത്രമല്ല, ഇതൊരു റീജിയണൽ ഏരിയ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ സ്റ്റേ ബാക്കും കിട്ടുന്നുള്ളതുകൊണ്ട് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി ഈസ് ഫുള്ളി എ റീജിയണൽ ഏരിയ. അതുകൊണ്ട് അതിനകത്ത് കാൻബറ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അവർ ഫേവറേറ്റ് ഇസ് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ. ഈ റീജിയണൽ ഏരിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്നവർക്ക് 5 പോയിന്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് PR ജേർണിയിൽ. നോട്ട് ഓൺലി ദാറ്റ്, 491 വിസ കാറ്റഗറികളിൽ റീജിയണൽ ഏരിയ പഠിക്കുന്നവർക്ക് പ്രിഫറൻസ് കൂടുതൽ ലഭിക്കുന്നുണ്ട്. 190 സ്റ്റേറ്റ് നോമിനേഷനിലും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് ഇവിടെ പഠിക്കുന്നവർക്ക്. അപ്പം ഈ 190, 491 ഒക്കെ ഉണ്ടെങ്കിലും ഈ കാൻബറ ഏരിയയിലെ പോയിന്റ് സിസ്റ്റം ഡിഫറൻ്റ് ആണ്. കാൻബറ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ കാൻബറ മെട്രിക്സിൽ അവിടെ 3 മാസം മുതൽ 6 മാസം വരെ സ്പെൻഡ് ചെയ്തവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നുണ്ട് വെൻ കമ്പയർഡ് ടു അതർ പ്ലേസസ്. അപ്പം ഓഫ് ഷോർ ഇൻവിറ്റേഷൻ കിട്ടുന്നതിനേക്കാളും ഒക്കെ നോക്കുമ്പോൾ കാൻബറയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കാൻബറ മെട്രിക്സ് വഴി ഇൻവിറ്റേഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോങ് ടേമിൽ സെറ്റിൽ ഡൗൺ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ, ഒരു PR പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ കാൻബറ ഇസ് വെരി ഗുഡ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലോങ് ടേം സെറ്റിൽമെൻറ്റിനെ പറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ITO ബിസിനസ് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാനോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഒക്കെ പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ അല്ലെങ്കിൽ കാൻബറ ഏരിയയിലുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് നമ്മൾ നടത്തിയ അനാലിസിസിൽ. സോ അവർ ഫേവറേറ്റ് ഇൻ കാൻബറ ഏരിയ ഇസ് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വരുന്ന ജൂൺ 6, 7 ദിവസങ്ങളിൽ നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 6-ാം തീയതി ഓസ്ട്രേലിയ സ്പെസിഫിക് ആയിട്ട് GS ഗൈഡ് ലൈൻസ്, വിസ റിക്വയർമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നു. സ്കോളർഷിപ്പിനെ പറ്റിയും സംസാരിക്കുന്നതാണ്. വേരിയസ് യൂണിവേഴ്സിറ്റീസുകളുടെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് വെബിനാർ ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 7 മണി ഇന്ത്യൻ ടൈമിനാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവരെ കരിയർ ഗൈഡൻസ് വെബിനാറിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും സംസാരിക്കുകയും നിങ്ങളുടെ പ്രൊഫൈൽ മനസ്സിലാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ഫ്രീ വെബിനാറിലേക്ക് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയും ചെയ്യും. ഞങ്ങൾ വഴി ആപ്ലിക്കേഷൻ കൊടുക്കണോ ഇല്ലയോ എന്നൊന്നുമില്ല. ഏത് ഏജൻസിയുടെ സ്റ്റുഡൻസ് ആണെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വിസയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. അത് ഈ വരുന്ന ശനിയാഴ്ചയാണ്, വൈകുന്നേരം 7 മണിക്കാണ് ഇന്ത്യൻ ടൈം എന്ന് ഓർക്കുക. അതുപോലെ 7-ാം തീയതി ഞായറാഴ്ച ഓൾ കൺട്രീസിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വെബിനാർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഓസ്ട്രേലിയ എലിജിബിൾ ആവണമെന്നില്ല. ഇനി ഓസ്ട്രേലിയ മാത്രം എല്ലാവർക്കും നോക്കുന്നത്, യൂറോപ്യൻ കൺട്രീസും ഏഷ്യൻ കൺട്രീസും ഒക്കെ നോക്കുന്നവർക്കും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ 7-ാം തീയതി നടക്കുന്ന ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഇന്ത്യൻ ടൈം നടത്തുന്ന വെബിനാർ. അതിനകത്ത് ഓരോ കൺട്രിയിലെയും സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് അനുസരിച്ച് ആ രാജ്യത്ത് പഠിക്കുന്ന ഏറ്റവും നല്ല കോഴ്സുകൾ ഏതാണ്, ഓരോ ഫീ റേഞ്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഏത് രാജ്യം പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു വെബിനാർ കിട്ടും. അപ്പോൾ 6-ാം തീയതി 7-ാം തീയതി ഉള്ള ഈ 2 വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതിലും തെറ്റില്ല. നിങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയയിലെ ബിഗ്ഗസ്റ്റ് കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ
ഇസ് സിഡ്നി. സിഡ്നി ഇരിക്കുന്ന സ്റ്റേറ്റ് ആണ് ന്യൂ സൗത്ത് വെയിൽസ്, NSW എന്ന് പറയും. NSWയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം USyd, ബിക്കോസ് ദാറ്റ്സ് എ സെക്കൻഡ് ബെസ്റ്റ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഓസ്ട്രേലിയ വേൾഡ് വൈഡ്. അണ്ടർ 20 വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഓക്സ്ഫോർഡിൻ്റെയും ഹാർവാർഡിൻ്റെയും കേംബ്രിഡ്ജിൻ്റെയും ഒക്കെ നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റി നമ്മുടെ സിഡ്നിയിലുമുണ്ട്, വിച്ച് ഇസ് യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി ആൻഡ് UNSW. ഇത് രണ്ടുമാണ് എൻ്റെ ടോപ്പ് ചോയ്സസ്. നമ്മുടെ കോസ്റ്റ് എഫക്റ്റീവ് ഓപ്ഷനും സ്കോളർഷിപ്സും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ UNSW ഇസ് സ്റ്റാൻഡിങ് എ ബിറ്റ് അഹെഡ് ഓഫ് USyd. ബട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിലും തീർച്ചയായും USydലൊക്കെ പഠിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒരിക്കലും കളയരുത്. നിങ്ങളുടെ വീട്ടിൽ നല്ല സാമ്പത്തിക ഭദ്രതയുണ്ട്, നിങ്ങളുടെ പേരൻസ് ടോപ്പ് ജോബ്സ് ഒക്കെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സൊക്കെ റൺ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ USydൽ പഠിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത്. ആൻഡ് UNSW ഇസ് ഓൾസോ ഈക്വലി ഗുഡ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടവർക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഒരു മടിയും കൂടാതെ ഞങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സിനും റിസർച്ചിനും എല്ലാം നല്ലതാണ്. ഒപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്, വാല്യൂ ഫോർ മണി ഓപ്ഷൻ ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് PR സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസിനെ പറ്റിയൊക്കെ നോക്കുമ്പോൾ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിനെ പറ്റി പറയണം. റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിലെ നമ്മുടെ നമ്പർ 1 ചോയ്സ് ബേസ്ഡ് ഓൺ വിസ സക്സസ് ഇൻ കേരള കമ്മ്യൂണിറ്റി ഇസ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിൽ. അവിടെ ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്, പക്ഷേ അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. ഒത്തിരി നേഴ്സസൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ഒരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിലിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏരിയ. അവിടെ ഹംസം എന്ന് പറഞ്ഞൊരു മലയാളി അസോസിയേഷൻ ഉണ്ട്, ഞങ്ങൾ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്നതാണ് എല്ലാ ഓണത്തിനും. വളരെ നല്ലൊരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ. ആൻഡ് അവിടെയും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഈ ന്യൂ കാസിലിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അവിടെ റിസർച്ചിലും നല്ലതാണ്. ഈ UNSWൻ്റെ ഒരു വിങ് ക്യാമ്പസ് ആയിട്ടാണ് ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ക്ലാരിറ്റിയും അവിടുത്തെ ഇന്നോവേഷൻ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് റിസർച്ചിനുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ട്. പല ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ട് ഇവരുടെ തന്നെ പേറ്റൻസി ഉള്ള പല പ്രോഡക്ട്സും ഈ ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ ഇൻഫർമേഷനുള്ള അവിടുത്തെ ലാബുകളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയേഴ്സിന് ഈ കമ്പനികളിലൊക്കെ ജോലി കിട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ചോയ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിലാണ്, ന്യൂ സൗത്ത് വെയിൽസിലെ കോസ്റ്റ് എഫക്റ്റീവ് ഓപ്ഷൻ. മോർ ഓവർ ഇറ്റ് ഈസ് എ റീജിയണൽ ഏരിയ. അപ്പോൾ റീജിയണൽ ഏരിയ ആയതുകൊണ്ട് തന്നെ 5 പോയിൻറ്റും എക്സ്ട്രാ ഇയർ സ്റ്റേ ബാക്കും കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു മാസ് ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ മലയാളികൾക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിലാണ്, ന്യൂ സൗത്ത് വെയിൽസിൽ. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വൊല്ലങ്ങോങ്, അവിടെയും ഇത് പറഞ്ഞ പോലെ വളരെ പ്രകൃതി മനോഹരമായ ന്യൂ കാസിൽ പോലെ തന്നെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് വൊല്ലങ്ങോങ്. അവിടെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പാർട്ടികൾ, ബാച്ചിലർ പാർട്ടി അല്ലെ ബർത്ത്ഡേ പാർട്ടി ഇവൻറ്റ്സ് ഒക്കെ നടത്താനായിട്ട് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ വൊല്ലങ്ങോങ്. വൊല്ലങ്ങോങ്ങിൻ്റെ ഒരു പ്രത്യേകത, മലനിരകൾക്ക് അടുത്ത് ബീച്ചും വരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെർവിസ് ബേ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കൂടിയാണ് നമ്മുടെ സ്വന്തം വൊല്ലങ്ങോങ്. അപ്പോൾ വൊല്ലങ്ങോങ്ങിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഓൾറെഡി പഠിക്കുന്നുണ്ട്. ആൻഡ് അവിടെ മലയാളി കമ്മ്യൂണിറ്റിയും വളരെ സ്ട്രോങ് ആണ്. ഇതും ഒരു റീജിയണൽ ഏരിയയാണ്. നമ്മൾ നേരത്തെ ന്യൂ കാസിലിന് പറഞ്ഞ പോലത്തെ എല്ലാ സവിശേഷതകളുമുണ്ട് വൊല്ലങ്ങോങ്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ കണക്ഷൻ നോക്കുമ്പോൾ ഐ പ്രിഫർ ന്യൂ കാസിൽ ഓവർ വൊല്ലങ്ങോങ്. ബട്ട് വൊല്ലങ്ങോങ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത് സെക്ടർ. ഏജ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സൊക്കെ നമുക്ക് വൊല്ലങ്ങോങ്ങിൽ നല്ലപോലെ കാണാനും പറ്റുന്നുണ്ട്. പിന്നെ അപ്പം ന്യൂ സൗത്ത് വെയിൽസിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മളോട് ചോദിക്കുമ്പോൾ ന്യൂ കാസിലും വൊല്ലങ്ങോങ്ങും UNSW USydമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിക്ടോറിയയാണ്. വിക്ടോറിയയുടെ നാമത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഓസ്ട്രേലിയയിലെ സെക്കൻഡ് ബെസ്റ്റ് ആയിരുന്നു എക്കണോമി വൈസ്. ഇപ്പോൾ ക്യൂൻസിലൻഡ് ഇടിച്ചു കയറിയിട്ടുണ്ട്. എന്നാലും ഈ വിക്ടോറിയയുടെ ക്യാപിറ്റൽ മെൽബൺ ആണ്. ഒരുപാട് മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. മെൽബണിലാണ് ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. മെൽബണിലെ ഡീഗിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ഫേവറേറ്റ് ചോയ്സ് മെൽബണിലെ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ ആണ്, ഫോളോഡ് ബൈ മൊണാഷ് യൂണിവേഴ്സിറ്റിയാണ്. ഇത് രണ്ടും ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റിയാണ്. ലോക റാങ്കിങ് നിലവാരത്തിൽ 100-ൽ താഴെ വരുന്ന ടോപ്പ് 70 അകത്ത് വരുന്ന ബെസ്റ്റ് 2 യൂണിവേഴ്സിറ്റീസാണ് ഇത് രണ്ടും. ഇത് രണ്ടും മെൽബൺ സിറ്റിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമ്പസുകൾ റിസർച്ച് പരിപാടികൾക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ MBA പ്രോഗ്രാമുകൾക്ക് ഇത് നല്ലതാണ്. മൊണാഷ് ഇസ് മോർ ഹെൽത്ത് ഓറിയൻറ്റഡ്, വെറാസ് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ മോർ ബിസിനസ് ആൻഡ് IT റിലേറ്റഡ് പ്രോഗ്രാംസിനാണ് വേൾഡ് ഫേമസ്. ഇവിടെ ഒരുപാട് നോബൽ ജേതാക്കളും നോബൽ ലൊറൈറ്റ്സും വലിയ റിസർച്ച് സെൻറ്ററുകൾ, IBM പോലത്തെ റിസർച്ച് സെൻറ്ററുകളിലൊക്കെ വർഷങ്ങളായി പഠിപ്പിക്കുന്നവരൊക്കെ വിസിറ്റിംഗ് ലെക്ചറായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഹൊല വേൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയും നമുക്ക് ഒരുപാട് പ്രചോദനമൊക്കെ തന്ന ആൾക്കാർ ഈ മൊണാഷിലും യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിലും ഒക്കെ സ്വിറ്റ്സർലൻഡിൽ നിന്നുമൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. വളരെ നല്ല റിസർച്ച് ഫെസിലിറ്റീസ് ഉള്ളതാണ്. നമ്മുടെ മല്ലു റിസർച്ചർ എന്ന് പറഞ്ഞ ഒരാൾ മൊണാഷിൽ വീഡിയോസ്
ചെയ്തിടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ആരെങ്കിലും റിസർച്ച് കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. നല്ല ഇൻഫർമേഷൻ വീഡിയോ ഒന്ന് കിട്ടാറുണ്ട്. ഞാൻ അയാളോട് സംസാരിക്കാറുണ്ട്, അയാളുടെ വീഡിയോസ് കാണാറുണ്ട്. സോ മേ ബി റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ളവർക്ക് ഈ 2 യൂണിവേഴ്സിറ്റി നല്ലതാണ്. നമ്മൾ പിന്നെ മലയാളികൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ Deakin University is best because it has got a regional area campus in Geelong. Geelongile cyber security programs നല്ലതാണ്. ഒപ്പം തന്നെ എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിനും അടിപൊളിയാണ്. ഓൾസോ നഴ്സിംഗ് പ്രോഗ്രാംസ് നല്ലതാണ്. നഴ്സിംഗ് പ്രോഗ്രാംസിന് വൻ ഡിമാൻഡ് ഡീക്കിനിലായതുകൊണ്ട് സ്കോളർഷിപ്സ് പലപ്പോഴും നഴ്സിംഗ് വിദ്യാർത്ഥികൾ കിട്ടാറില്ല എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിലും വാണമ്പുൾ ക്യാമ്പസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വാണമ്പുൾ ഇസ് അഗെയിൻ എ ഫാർ മോർ റീജിയണൽ ഏരിയ. ബട്ട് ഡീക്കിന് 3 ക്യാമ്പസ് ഉണ്ട്. ബെർവുഡ് അവിടെയാണ് കൂടുതലും അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് പ്രോഗ്രാംസ് എക്സെപ്റ്റ് സൈബർ സെക്യൂരിറ്റി. ബാക്കി IT പ്രോഗ്രാംസ് എല്ലാം ബെർവുഡിലാണ്. ബാക്കിയുള്ളത് ജീലോങ്ങിൽ നമ്മുടെ എഞ്ചിനീയറിംഗ്, ഹെൽത്ത് ആൻഡ് സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാംസ് അവിടെ ഉണ്ട്. പിന്നെ വാണമ്പൂൾ ക്യാമ്പസ് വിച്ച് ഇസ് എ റീജിയണൽ ഏരിയ, അവിടെ ഹെൽത്ത് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി യൂണിവേഴ്സിറ്റി. സ്കോളർഷിപ്പ് വൈസ് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ വിസ സക്സസ് റേറ്റ് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയാണ് നമ്മളുടെ ഫേവറേറ്റ് ചോയ്സ്. ഫോളോഡ് ബൈ RMIT സിറ്റി ക്യാമ്പസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് അതിനൊരു പ്രോബ്ലം. അതിന് നമുക്ക് റീജിയണൽ ഏരിയയുടെ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല. അവിടുത്തെ IT പ്രോഗ്രാംസ് ആണ് ഏറ്റവും നല്ലത്, വാല്യൂ ഫോർ മണിയൊക്കെയാണ്. എങ്കിലും നമുക്ക് ITക്കൊക്കെ നമുക്ക് PR പ്രോസ്പെക്ട്സ് കുറഞ്ഞു വരുന്നൊരു സാഹചര്യത്തിൽ, AI റീപ്ലേസ്മെൻ്റ് ഒക്കെ വരുന്നൊരു സാഹചര്യത്തിൽ വളരെ ചിന്തിച്ചു വേണം ആ തീരുമാനം എടുക്കാനായിട്ട്. ബട്ട് IT നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടും ടാലൻറ്റഡ് ആയിട്ടും നോക്കുന്ന ഒരാളാണെങ്കിൽ RMIT ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ കമ്പയർഡ് ടു Deakin ഇൻ IT സബ്ജക്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫേവറേറ്റ് ചോയ്സുകൾ. റീജിയണൽ ഏരിയാസിൽ അവിടെ വേറെ ലട്രോബിൻ്റെ ഷെപ്പർട്ടൺ ക്യാമ്പസ് ഉണ്ട്. അവിടെ ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ മാത്രമേ ഉള്ളൂ, എല്ലാ പ്രോഗ്രാംസും അവിടെ അവൈലബിൾ അല്ല. പിന്നെ ബെല്ലരത്തിൽ ക്യാമ്പസ് ഉള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഓവറോൾ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസാണ്. അടുത്തത് ക്യൂൻസ്ലൻഡ് സ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ ക്യാപിറ്റൽ ബ്രിസ്ബെയിൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡും ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡ് വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ബ്രിസ്ബെയിൻ വിച്ച് ഇസ് എ ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റി. റിസർച്ചിന് നല്ലതാണ്, ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്ഥലമാണ്, റാങ്കിങ് വൈസ് വളരെ മുന്നിലാണ്, ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഗ്രാംസും അവിടെ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് വേറൊരു ഫേവറേറ്റ് ഉണ്ട്, ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി. ഇത് കേരളത്തിലെ സ്റ്റുഡൻസിൻ്റെ വിസ സക്സസ് റേറ്റ് നോക്കുമ്പം ബെറ്ററാണ്. അതുപോലെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നല്ലതാണ്. PR പ്രോസ്പെക്റ്റ് നോക്കുമ്പോൾ ക്യൂൻസ്ലൻഡിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയാണ്. ഇത് നോർത്ത് ഓഫ് ക്യൂൻസ്ലൻഡിലാണ്. നോർത്ത് ഓഫ് ക്യൂൻസ്ലൻഡിൽ വേറൊരു യൂണിവേഴ്സിറ്റി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. നോർത്ത് ഓഫ് ക്യൂൻസ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിശാലമായ ഏരിയയാണ്, മലയാളികൾ ഒത്തിരി ഉള്ള സ്ഥലമാണ്. ടൗൺസ്വിൽ കെയ്ൻസ് ലോകത്തിന് തന്നെ ടൂറിസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനാണ്. എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് റെപ്ലിക്കയാണ്. എ മച്ച് ക്ലീനർ വേർഷൻ ഓഫ് കേരള എന്ന് എനിക്ക് പറയേണ്ടി വരും. വളരെ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആണ്. നമ്മുടെ കേരളത്തിലുള്ള നേതാക്കളൊക്കെ വന്ന് കെയ്ൻസും ടൗൺസ്വില്ലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോരം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. കെയ്ൻസിൻ്റെ ഒരു വെതർ നമ്മുടെ കേരളത്തിൻ്റെ ട്രോപ്പിക്കൽ വെതറാണ് എന്നുള്ളതാണ്. വളരെ ലഷ് ഗ്രീനായിട്ട് നമുക്ക് ട്രോപ്പിക്കൽ കാര്യങ്ങളെല്ലാം, നമ്മുടെ കാച്ചിൽ, ചേന, ചേമ്പ്, പുഴുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കാണാം. മാങ്ങ റോഡിൽ നിറഞ്ഞു നിൽക്കുന്ന കാണേണ്ട ഒരു കാഴ്ചയാണ്. പിന്നെ കെയ്ൻസിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ജുറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും? ജുറാസിക് പാർക്കിലെ മലനിരകളും അതിനിടക്കൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളും അത് വന്ന് ചേരുന്നത് ഒരു ബീച്ചിലേക്കാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ബീച്ചും ജുറാസിക് പാർക്കിൻ്റെ കാടുകളും അടുത്തടുത്ത് നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതാണ് കെയ്ൻസിലെ മില്ല വാട്ടർഫോൾസ്. അതുപോലെ ഏറ്റവും പഴയമുള്ള ഡെയിൻട്രി ഫോറസ്റ്റ്, ഏറ്റവും പഴക്കമുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ആമസോൺ ജംഗിളോ കേരളത്തിലെ വനങ്ങളോ ഒന്നുമല്ല, അത് ഡെയിൻട്രി ഫോറസ്റ്റാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? ഓസ്ട്രേലിയയും ഇന്ത്യയും എല്ലാം വാസ് പാർട്ട് ഓഫ് വൺ ജയൻറ്റ് ലാൻഡ് മാസ് കോൾഡ് ഗോണ്ട്വാന ലാൻഡ്. വർഷങ്ങൾക്ക് മുമ്പ് ജുറാസിക് യുഗത്തിൽ ഇടിച്ചു പൊളിഞ്ഞ് ഇത് സ്പ്ലിറ്റായി പോയതാണ്. അപ്പോൾ ഈ ജുറാസിക് പാർക്കിൽ കാണുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ചിത്രീകരിക്കേണ്ടതായിരുന്നു. അത് അവിടെയാണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഫോസിൽസ് നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം ഇതിൻ്റെ മ്യൂസിയങ്ങളുണ്ട് കെയ്ൻസിൽ. ഒരുപാട് വൈൽഡ് ലൈഫ് സ്പീഷീസിനെ കാണാൻ പറ്റും ഇവിടെ, എല്ലാം പാർക്കുകളിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ എക്കോളജി വൈസായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതെല്ലാം പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സവിശേഷതകളെല്ലാം ഉള്ളതുകൊണ്ട് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അഗ്രികൾച്ചർ സ്റ്റഡീസ്, അതുപോലെ ടൂറിസം ഉള്ളതുകൊണ്ട് ലെഷർ മാനേജ്മെൻറ്റ്, മറൈൻ സയൻസിന് വേൾഡിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി. അപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഫിഷറീസ്, മറൈൻ റിലേറ്റഡ് സ്റ്റഡീസ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അതിൻ്റെ ബാച്ചിലേഴ്സ് പഠിച്ചു കഴിഞ്ഞവർക്കും ഒക്കെ പഠിക്കാൻ പറ്റിയ ഓസ്ട്രേലിയയിലെ ബെസ്റ്റ് പ്ലേസ് ആണ് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി.
ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവർക്ക് ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കണമെങ്കിൽ നോട്ട് മെനി യൂണിവേഴ്സിറ്റീസ് ആർ ഓഫറിംഗ് മാസ്റ്റേഴ്സ് ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി ഈസ് ഓൺലി വൺ ഓഫ് ദ ടോപ്പ് ഓപ്ഷൻ യു ഹാവ്. അടുത്തതായിട്ട് പറയാനുള്ളത് കെയ്ൻസിലെ ഗ്രേറ്റ് ബാരിയർ റീഫ്. നമുക്കറിയാം ചന്ദ്രനിൽ നിന്ന് മനുഷ്യൻ ലോകത്തേക്ക് നോക്കുമ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണുന്ന പോലെ കാണുന്ന വേറൊരു സവിശേഷമായ ഫീച്ചറാണ് ദ ഗ്രേറ്റ് ബാരിയർ റീഫ് ഓഫ് കെയ്ൻസ് ഏരിയ. കെയ്ൻസിൽ ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകൾ, കോറൽ റീഫ്സ്. ആ പവിഴപ്പുറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. സിന്ദഗി നാമലേഖ ദുബായിലൊക്കെ കണ്ടവർക്കറിയാലോ അല്ലേ. അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കെയ്ൻസിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഡീപ്പ് ഡൈവിങ് ക്ലബ്സ് ഉണ്ട്. അപ്പോൾ ഈ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒരു പല പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. ഇനി ടോപ്പ് 100 ഇൻ ദ വേൾഡ് വരുന്ന ടോപ്പ് നമ്പർ 4 ആണ് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ബയോളജിക്ക് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി. 31 ആണ് റാങ്കിങ് എക്കോളജി പ്രോഗ്രാംസിന്. മൈനിങ് ആൻഡ് മിനറൽ എഞ്ചിനീയറിംഗ്, ഇതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ടോപ്പ് 100 വരുന്നത്. അപ്പോൾ മൈനിങ് നമുക്ക് ആകെ വിചാരിക്കും നമ്മൾ പെർത്തിലാണ് മൈനിങ് മുഴുവനെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നോർത്ത് ഓഫ് ക്യൂൻസ്ലാൻഡിൽ അധികം ജനവാസം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പല ഏരിയാസിലും മൈനിങ് ആക്ടിവിറ്റീസ് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് അവിടെ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ മൈനിങ് സ്റ്റഡീസും നല്ലതാണ്. മിനറൽ എഞ്ചിനീയറിംഗ് ആൻഡ് മൈനിങ് സ്റ്റഡീസിന് ടോപ്പ് 100 വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി. പിന്നെ എർത്ത് ആൻഡ് മറൈൻ സയൻസ്, അതും ടോപ്പ് 100 അതുപോലെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലെഷർ മാനേജ്മെൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമൊക്കെ ഓസ്ട്രേലിയയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഫേവറേറ്റ് ആണ്. ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തിട്ടും കൂടെയാണ് കേട്ടോ. അത്രയും മനോഹരമായ സ്ഥലമാണ്. വെതർ വൈസ് മാത്രം ഒരു കാര്യം, ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സമ്മർ ടൈമിൽ പോകാതിരിക്കുക. ഓസ്ട്രേലിയ സമ്മർ ടൈം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സമയത്താണ്. ഞങ്ങൾ അബദ്ധത്തിൽ ആ സമയത്താണ് പോയത്. പക്ഷേ വിൻ്റർ സമയത്ത് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും അടിപൊളി സ്ഥലമാണ്. ആരെങ്കിലും ഒക്കെ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കെയ്ൻസ് തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയയിൽ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമുക്ക് ഈയിടെ ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നു ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയുടെ മെഡിസിൻ പ്രോഗ്രാംസിന്. കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിന് 93% മാർക്കുള്ളവർക്ക് തൊട്ട് അഡ്മിഷൻ അവിടെ കിട്ടുന്നുണ്ട്. നോർമലി 98-99% ആണ് അഡ്മിഷൻ ക്രൈറ്റീരിയ. കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഹെൽത്ത് സെക്ടറിൽ മുന്നിൽ നിൽക്കുന്നതാണെന്നും നമുക്ക് അതിനോടുള്ള അഭിരുചിയും താല്പര്യവും നമ്മൾ പഠിക്കാൻ ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ളതുകൊണ്ട് ഒരു റിലാക്സ്ഡ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ 93% മാർക്ക് സി ബി എസ് സിയിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. മെഡിസിൻ പ്രോഗ്രാം പഠിക്കാവുന്ന സ്റ്റേറ്റ് ബോർഡിലുള്ളവർക്ക് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെയും കാര്യങ്ങളും ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള പോസിബിലിറ്റി അന്വേഷിക്കുന്നതാണ്. മാത്രമല്ല ഒരു 80% മാർക്കുള്ളവർക്ക് നമ്മുടെ ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് പത്തോളജി തുടങ്ങിയ എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. അതുപോലെ ഡെൻറ്റിസ്ട്രിക്ക് ഈ ക്യാമ്പസിനകത്ത് തന്നെ ഒരു ഡെൻ്റൽ ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അപ്പോൾ ഇങ്ങനത്തെ ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് പഠിക്കാനും ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ചെറിയ മാർക്ക് വെൻ കമ്പയർഡ് ടു അതർ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് മാർക്ക് ക്രൈറ്റീരിയ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് ഫോർ കേരള സ്റ്റുഡൻസ്. അത് വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ പെർത്താണ്. മലയാളികൾ ഒത്തിരി പേരുള്ളതാണ്. ന്യൂസിലൻഡിലെ മലയാളികൾ, ന്യൂസിലൻഡിലുള്ളവരും സിറ്റിസൺഷിപ്പ് കിട്ടിയ നെക്സ്റ്റ് ഡേ മൂവ് ചെയ്യുന്നൊരു സ്ഥലമാണ് പെർത്ത്. പെർത്തിൻ്റെ സവിശേഷത മൈനിങ്ങിൻ്റെ ക്യാപിറ്റലാണ് ഓസ്ട്രേലിയയുടെ. അപ്പം ഓസ്ട്രേലിയ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മൈനിങ് പീപ്പിൾ എല്ലാവരും താമസിക്കുന്നത് പെർത്തിലാണ്. പെർത്ത് ഇസ് കൺട്രോളിങ് ആക്ച്വലി ഇത് ഓസ്ട്രേലിയൻ പൊളിറ്റിക്സ്. എല്ലാ തവണയും ഓസ്ട്രേലിയൻ ഇലക്ഷൻ്റെ സമയത്ത് പാർട്ടികൾക്ക് ഫണ്ട് ചെയ്യുന്നത് ഈ പെർത്തിലുള്ള മൈനിങ് രാജാക്കന്മാരും രാജ്ഞികളുമാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പെർത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മൈനിങ് സെക്ടറാണ്. അപ്പോൾ മൈനിങ് സെക്ടറിന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയും കർട്ടിൻ യൂണിവേഴ്സിറ്റിയുമാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിനകത്തെ ഏറ്റവും റാങ്കിങ് വൈസും ഓവറോൾ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്കിനി കോസ്റ്റ് എഫക്റ്റീവ് ഓപ്ഷൻസ് അല്ലെ വാല്യൂ ഫോർ മണി ഓപ്ഷൻസ് നോക്കുമ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് മർഡോക്ക് ആൻഡ് എഡിത്ത് കോവാൻ യൂണിവേഴ്സിറ്റിയാണ്. എന്നിരുന്നാലും നമ്മൾ ഓവറോൾ നമ്മുടെ വിസ സക്സസ് ചാൻസസ് നോക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണ് റിലയബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് എടുത്തു പറയേണ്ടി വരും. നെക്സ്റ്റ് ഇസ് അഡിലെയ്ഡ്. അഡിലെയ്ഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ മൾട്ടി കൾച്ചറലായിട്ട്, എന്നാൽ ഒരുപാട് അലമ്പൊന്നും വരാതെ ഓസ്ട്രേലിയയിൽ വളരെ ക്ലീൻ ആൻഡ് പ്രിസ്റ്റൈനായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അഡിലെയ്ഡ്. അഡിലെയ്ഡ് ഈസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ ഓസ്ട്രേലിയ. അഡിലെയ്ഡ് ഇരിക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അവിടുത്തെ 2 യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ. സോ ഒബ്വിയസ്ലി അവിടെ ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റി നല്ല സ്കോളർഷിപ്പ് കൊടുക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് അഡിലെയ്ഡ്, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ പേര് അഡിലെയ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ്. ആഫ്റ്റർ ദ മെർജർ വിത്ത് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയ ഇറ്റ് ഇസ് കോൾഡ് അഡിലെയ്ഡ് യൂണിവേഴ്സിറ്റി. അഡിലെയ്ഡ് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ നമ്പർ 1 ചോയ്സ്. അവിടെ വേറൊരു ഓപ്ഷനും കൂടെ ഉള്ളൂ, വിച്ച് ഇസ് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് രണ്ടിലും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ഇസ് ഓൾവേസ് അഡിലെയ്ഡ് യൂണിവേഴ്സിറ്റി. ബേസ്ഡ് ഓൺ വിസ സക്സസ് പെർസെൻറ്റേജ്, ദ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ദെയർ ആൻഡ് ദ സ്കോളർഷിപ്സ് ദ യൂണിവേഴ്സിറ്റി ഈസ് ഓഫറിങ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റിയിൽ വൺ ഓഫ് ദ അഫോർഡബിൾ യൂണിവേഴ്സിറ്റി അഡിലെയ്ഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നമ്മൾ അഡിലെയ്ഡ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ എൻഡോസ് ചെയ്യുന്നത്. അടുത്ത സെഗ്മെൻറ്റ് നമ്മുടെ നോർത്തേൺ ടെറിട്ടറി, ഓസ്ട്രേലിയയുടെ ഏറ്റവും മേളിൽ കാണുന്ന ഒരു ചതുരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ ഡാർവിനാണ്.
ഡാർവിനിൽ ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വേറൊന്നും അവിടെ ചോയ്സ് ചെയ്യാനില്ല. വിച്ച് ഇസ് എ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റി, കാറ്റഗറി 3 ഏരിയ ആണ് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി. അവിടെ എല്ലാവിധ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി ഇസ് ദ ഒബ്വിയസ് ചോയ്സ് ദെയർ. ആൻഡ് ദെൻ ടാസ്മാനിയ, ഓസ്ട്രേലിയയുടെ താഴെ കാണുന്ന ഒരു കുഞ്ഞ് ഐലൻഡാണ് ടാസ്മാനിയ. യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഉള്ളൂ അവിടെ. ഇവിടെ രണ്ടും ഈ പറഞ്ഞ CDUവും ടാസ്മാനിയയും പഠിക്കുമ്പോൾ അതിൻ്റെ അതേ ഡാർവിനിലും ടാസ്മാനിയയിലുള്ള ലൊക്കേഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ സാറ്റലൈറ്റ് ക്യാമ്പസുകൾ സിഡ്നിയിലും മെൽബണിലും ഒക്കെ ഉണ്ട്. അവിടെ ഒന്നും പോയി പഠിക്കാതിരിക്കുക, വിസ റിജക്ഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേ ക്യാമ്പസുകളിലാണ് പഠിക്കുന്നതെങ്കിൽ റീജിയണൽ ഏരിയ ബെനിഫിറ്റ്സും കിട്ടും. അവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വഴി ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ സക്സസ് റേറ്റ് ബെറ്റർ ആക്കി തരാനും പറ്റും. ഈ 2 ഓപ്ഷൻ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.